ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇത്തവണത്തെ വേൾഡ് കപ്പിൽ തകർപ്പൻ പ്രകടനമാണ് റോഡ്രി നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഗോൾഡൻ ബോൾ അദ്ദേഹത്തിന് ലഭിച്ചത്. അതിന് പിന്നാലെ റോഡ്രിയെക്കുറിച്ച് ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് റോഡ്രിക്ക് റയലിലേക്ക് വരാൻ വലിയ താല്പര്യമുണ്ട്, അതിനുവേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നു. എന്നാൽ പെരസ് മാത്രമാണ് അതിന് തടസ്സമായിക്കൊണ്ട് നിലകൊള്ളുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇന്നലെ പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റുകൾ സ്കൈ സ്പോർട്സും അതുപോലെ തന്നെ എൽ എക്കുപ്പും ഒക്കെ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതായത് റോഡ്രി റയലിലേക്ക് വരാനുള്ള സാധ്യതകൾ ഇപ്പോൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം റോഡ്രിയുടെ ഏജന്റും അതുപോലെ തന്നെ റയൽ പ്രതിനിധികളും തമ്മിൽ ഒരു രഹസ്യ മീറ്റിംഗ് നടത്തി എന്നാണ് സ്കൈ സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഈ ഡീലിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. 2030 വരെയുള്ള ഒരു പുതിയ ഓഫർ റോഡ്രിക്ക് നൽകാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ റയൽ ഉള്ളത്. അതായത് റോഡ്രിയുമായി എത്രയും പെട്ടെന്ന് പേഴ്സണൽ അഗ്രിമെന്റിൽ എത്താനാണ് ഇപ്പോൾ റയൽ ഉദ്ദേശിക്കുന്നത് എന്നാണ് സ്കൈ സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. പെരസ് ഫുള്ളി കൺവിൻസ്ഡ് അല്ല, അതായത് പെരസിന് വലിയ ഒരു താല്പര്യമില്ല. പക്ഷേ റയലിലെ മറ്റുള്ളവർക്ക് റോഡ്രിയെ കൊണ്ടുവരണം, അവർക്ക് ഇപ്പോൾ വലിയ താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് റയൽ ഇപ്പോൾ താരത്തിന് വേണ്ടി നീക്കങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് എന്നാണ് സ്കൈ സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് നിലവിൽ റയലിന്റെ മധ്യനിരയിലേക്ക് റോഡ്രിയെ പോലെയുള്ള ഒരു താരത്തെ ആവശ്യമാണ് എന്നാണ് ക്ലബ്ബ് വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് ടോണി ക്രൂസിന്റെ അഭാവം നികത്താൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. അതിന് ഒരു പരിധിവരെ പരിഹാരമാകാൻ റോഡ്രിക്ക് സാധിക്കും എന്നാണ് റയൽ ഇപ്പോൾ വിശ്വസിക്കുന്നത് എന്നാണ് മറ്റൊരു മാധ്യമമായ എൽ എക്കുപ്പ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും റയൽ താരത്തിന് വേണ്ടി മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഓഫർ നൽകാൻ ഒരുക്കമാണ്. 60 മില്യൺ യൂറോ വരെ താരത്തിന് വേണ്ടി ചിലവഴിക്കാൻ ഒരുക്കമാണ്. പക്ഷേ മാഞ്ചസ്റ്റർ സിറ്റിക്ക് 100 മില്യൺ യൂറോ ലഭിക്കണം എന്നുള്ള ഒരു നിലപാടാണ് ഉള്ളത് എന്നുകൂടി എൽ എക്കുപ്പ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് കാര്യങ്ങൾ. അതായത് റോഡ്രി റയലിലേക്ക് വരാനുള്ള സാധ്യതകൾ ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹവുമായി പേഴ്സണൽ അഗ്രിമെന്റിൽ എത്താനുള്ള ഒരുക്കത്തിലാണ് റയൽ ഉള്ളത്. അതിനുശേഷം മാഞ്ചസ്റ്റർ സിറ്റിയുമായി ചർച്ചകൾ നടത്തും. 60 മില്യൺ യൂറോ വരെ മുടക്കാൻ റയൽ ഒരുക്കമാണ്. പക്ഷേ 100 മില്യൺ യൂറോ താരത്തിന് വേണ്ടി ലഭിക്കണം എന്നുള്ള ഒരു നിലപാടിലാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി ഉള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു കാണാം.